ഹലോ ഫ്രണ്ട്സ്, അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ മീൻ പൊള്ളിച്ചതൊക്കെ ഉണ്ടാക്കാറില്ലേ, അതുപോലെ മുട്ട പൊള്ളിച്ചത് ഉണ്ടാക്കി നോക്കിയാലോ? ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു ചെറിയ സവോള അരിഞ്ഞത് വേണം, പിന്നെ ഒരു ഹാഫ് തക്കാളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ചുവന്നുള്ളി ചതച്ചത്, പിന്നെ ഒരു 3-4 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു പുഴുങ്ങിയ മുട്ട. ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു മുട്ടയാട്ടോ ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു, അത് 2ആയിട്ട് പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതിലോട്ട് അങ്ങിട്ടിടാം. എന്നിട്ട് അതിന് കൂടെ തന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിടാം. അതിൻ്റെ മുകളിൽ ഒന്ന് പിടിക്കാനായിട്ട് കുറച്ച് ഉപ്പിടാം. പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ഇടാം. അതൊക്കെ എരിവിനനുസരിച്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയിടാം. എന്നിട്ട് ഇത് ഒന്ന് പതുക്കെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മറിക്കാൻ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. ഓക്കെ, അയ്യോ, അത് മറിച്ചിട്ടു. എന്നിട്ട് നമ്മളത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയാൽ മതി. എന്നിട്ട് അതങ്ങ് കോരി മാറ്റി വയ്ക്കാം. ആ എണ്ണയിലേക്ക് ഞാൻ ഇഞ്ചി ചതച്ചതും, വെളുത്തുള്ളി ചതച്ചതും, ചുവന്നുള്ളി ചതച്ചതും ഇട്ടു. എന്നിട്ട് അപ്പോഴേക്ക് എണ്ണ പോരാ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഓക്കെ, അത് മൂത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇടാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള അതിലേക്ക് അങ്ങ് ഇടാം. എന്നിട്ട് അതും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ഇളക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മുളക് പൊടി. കുറച്ച് മതി കേട്ടോ, പിന്നെ നമ്മൾ കുരുമുളക് പൊടി ചേർക്കും, അതുകൊണ്ട് കുറച്ചിട്ടിട്ടുള്ളൂ. ഒരു മുട്ടയല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് കുരുമുളക് പൊടി. അതും ഞാനൊരു 1/4 സ്പൂണൊക്കെ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഒരു നുള്ള് പെരിഞ്ജീരകത്തിൻ്റെ പൊടി കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അതും കൂടി അതിലോട്ട് ചേർക്കാം. എന്നിട്ട് കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കുക. തക്കാളി ഇതിൽ ഇട്ടൊന്ന് യോജിക്കണം. കണ്ടോ, ഇപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഇതേ ഞങ്ങൾ ഒരു വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മസാല വയ്ക്കുകയാണ്. ഞങ്ങൾ ഗ്യാസിന് മുകളിൽ വെച്ചിട്ടാണ് വാട്ടിയത്. എന്നിട്ട് മസാല വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേ 2 മുട്ട വയ്ക്കാം. മുട്ട വെച്ചിട്ട് അതിന് മുകളിലൂടെ ബാക്കി മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കണ്ടോ, എന്താ ചൂടിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഇതേ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില, പിന്നെ ഒരു 3-4 പച്ചമുളക് വയ്ക്കാം. ഓക്കെ, ഇനി നമുക്കിതങ്ങ് പൊതിയാം. ഇനി ഒരു നിർബന്ധമില്ല, വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതങ്ങോട്ട് പൊതിയാം. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാൻ വെക്കുക. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇനി നമ്മുടെ ആ പൊതി നമുക്ക് ഇതിലോട്ടങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇടയ്ക്ക് മൂടി തുറന്നിട്ട് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ദേ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, സംഭവം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇലയുടെ കളറൊക്കെ മാറി. നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റി തുറക്കട്ടെ ഞങ്ങൾ. അപ്പോൾ ഈ ഇലയുടെ ടേസ്റ്റൊക്കെ ആ ഉള്ളിയിലൊക്കെ പിടിച്ചിട്ടേ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. എന്താ പറയുക, നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ, എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. ബൈ ബൈ.